Dear students, we are going to start a new chapter, locomotion and movement. So, movement എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. Then what is locomotion? അല്ലെങ്കിൽ locomotion മൂവ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? Then locomotionന് സഹായിക്കുന്ന അല്ലെങ്കിൽ മൂവ്മെൻറ്റിനും സഹായിക്കുന്ന നമ്മുടെ ബോഡിയിലെ പാർട്സ് ഏതൊക്കെയാണ്? Then എങ്ങനെയാണ് മൂവ്മെൻറ്റ് നടക്കുക? ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കാണുന്നത്. So, what is locomotion? Locomotion is the voluntary movements resulting in a change in location. മൂവ്മെൻറ്റ് ലോക്കോമോഷനിൽ നടക്കുന്നുണ്ട്. പക്ഷെ ലോക്കോമോഷൻ ആവണമെങ്കിൽ അവിടെ ഒരു ലൊക്കേഷൻ പ്ലേസ് ചേഞ്ച് ആവണം. അങ്ങനെയുള്ള മൂവ്മെൻറ്റിനെയാണ് ലോക്കോമോഷൻ എന്ന് പറയുക. അപ്പോൾ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു സ്ഥലത്ത് നിന്ന് കൈ കാല് ചലിപ്പിക്കുകയൊക്കെ മൂവ്മെൻ്റ് ആണ്. അപ്പോൾ അതിൽ പ്ലേസ് ചേഞ്ച് ആവുന്നില്ലേ? നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ഒരു മൂവ്മെൻറ്റ് നടക്കുകയാണെങ്കിൽ ഒരു പ്ലേസും കൂടി ചേഞ്ച് ആവുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള മൂവ്മെൻറ്റിനെയാണ് ലോക്കോമോഷൻ എന്ന് പറയാം. ഇറ്റ് ഇസ് എ വോളണ്ടറി മൂവ്മെൻറ്റ്. ഓൾ ലോക്കോമോഷൻ ആർ മൂവ്മെൻറ്റ്സ് ബട്ട് ഓൾ മൂവ്മെൻറ്റ്സ് ആർ നോട്ട് ലോക്കോമോഷൻ. ഇനി പല ഓർഗാനിസംസ്, ലോവർ ലെവൽ ഓർഗാനിസംസ് തൊട്ട് നമ്മൾ കണ്ടതാണ്. പല ഫൈലം കണ്ടു. അപ്പോൾ അതിൽ പല രീതിയിലും മൂവ്മെൻറ്റ്സ് ഓർഗാനിസത്തിൻ്റെ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ അനുസരിച്ച് മൂവ്മെൻറ്റ്സ് പല രീതിയിലുണ്ട്. ഇൻ പാരമേസിയത്തിൽ സീലിയ ഹെൽപ്പ് ഇൻ മൂവ്മെൻറ്റ് ഓഫ് ഫുഡ് ത്രൂ സൈറ്റോഫാരിങ്സ് ആൻഡ് ഇൻ ലോക്കോമോഷൻ. അപ്പോൾ ഫുഡ് മൂവ് ചെയ്യാൻ സഹായിക്കുന്നത് സീലിയാണ് പാരമേസിയത്തിൽ. അതുപോലെ ലോക്കോമോഷൻ സഹായിക്കുന്നത് സീലിയാണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഹൈഡ്രയിൽ ടെൻഡക്കിൾസ് ആണ് ലോക്കോമോഷൻ സഹായിക്കുക. ലിംസ് ഹെൽപ്പ് ടു ചേഞ്ച് ബോഡി പോസ്റ്റേഴ്സ് ആൻഡ് ഫോർ ലോക്കോമോഷൻ. നമ്മുടെ കൈകാലുകൾ ബോഡി പോസ്റ്റർ ചേഞ്ച് ചെയ്യാനും മൂവ്മെൻറ്റിനും ലോക്കോമോഷനും സഹായിക്കുന്നു. Then there are 3 types of movements: amoeboid movement, ciliary movement, muscular movement. Amoeboid movement എന്ന് പറഞ്ഞാൽ അമീബയിൽ നടക്കുന്ന മൂവ്മെൻറ്റിന് സാമ്യമുള്ളൊരു മൂവ്മെൻ്റ് ആണ്. അമീബയിൽ ദർ ഇസ് സ്യൂഡോപോഡിയയുടെ മൂവ്മെൻറ്റ്. അതേപോലെയാണ് നമ്മുടെ ബോഡിയിലുള്ള ചില ഓർഗൻസ് അല്ലെങ്കിൽ ചില സ്ട്രക്ചേഴ്സിൻ്റെ മൂവ്മെൻറ്റ് നടക്കുക. ബൈ സ്യൂഡോപോഡിയ ഫോംഡ് ബൈ സ്ട്രീമിംഗ് ഓഫ് പ്രോട്ടോപ്ലാസം, cytoskeletal elements like microfilaments also help for this. നമ്മുടെ ശരീരത്തിലുള്ള ചില സെൽസിൽ മാക്രോഫേജസിലും ല്യൂക്കോസൈറ്റ്സിലും നടക്കുന്ന മൂവ്മെൻറ്റ് അമീബോയിഡ് മൂവ്മെൻ്റ് ആണ്. അത് സ്യൂഡോപോഡിയയുടെ പ്രോട്ടോപ്ലാസം മൂവ് ചെയ്ത് ഓരോ സ്ഥലത്ത് സ്യൂഡോപോഡിയ സ്ട്രക്ചർ ഫോം ചെയ്യില്ലേ, അതേപോലെയുള്ള മൂവ്മെൻ്റ് ആണ് മാക്രോഫേജസിലും ല്യൂക്കോസൈറ്റ്സിലും നടക്കുക ഹ്യൂമൻ ബോഡിയിലുള്ളത്. ദെൻ സീലിയറി മൂവ്മെൻറ്റ്, സീലിയ മൂവ്മെൻറ്റ് നടക്കുന്ന പോലെ സീലിയയുടെ സഹായത്തോടെയാണ് അവിടെ മൂവ്മെൻറ്റ്സ് നടക്കുക. എക്സാമ്പിൾ സീലിയ ഇൻ ട്രക്കിയ, നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിലുള്ള ട്രക്കിയയിൽ സീലിയയുടെ മൂവ്മെൻറ്റ് വഴി ഫോറിൻ സബ്സ്റ്റൻസസ് റിമൂവ് ചെയ്യാൻ സാധിക്കും. ദെൻ ഇൻ ദ കേസ് ഓഫ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, അതിൽ ഓവിഡക്ട്സിൽ ഓവ അല്ലെങ്കിൽ എഗ്ഗ് പാസ് ചെയ്യാൻ സഹായിക്കുന്നതും സീലിയയുടെ മൂവ്മെൻറ്റ് വഴിയാണ്. സോ സീലിയറി മൂവ്മെൻറ്റ് ഈ 2 റീജിയൻസിലാണ് ഹ്യൂമൻ ബോഡിയിൽ കാണുക. ദെൻ തേർഡ് വൺ ഈസ് മസ്കുലാർ മൂവ്മെൻറ്റ്. മസിൽസിൻ്റെ സഹായത്തോടെയാണ് മൂവ്മെൻറ്റ് നടക്കുക. നമ്മുടെ മൂവ്മെൻറ്റ്സ് ഓഫ് ലിംസ്, ടങ്, ജോ, ബാക്കിയുള്ള മൂവ്മെൻറ്റ്സ് ഇതെല്ലാം മസ്കുലാർ മൂവ്മെൻറ്റ്സ് ആണ്. സോ 3 ടൈപ്സ് ഓഫ് മൂവ്മെൻറ്റ്സ് ആർ സീൻ ഇൻ ഹ്യൂമൻ ബോഡി. ഡിഫറെൻറ്റ് പാർട്സിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൂവ്മെൻറ്റ്സ് ആണ്. ഏത് മൂവ്മെൻറ്റ് ഏത് പാർട്ടിലാണ് ഏത് സ്ട്രക്ചേഴ്സിലാണ് കാണുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അമീബോയിഡ് മൂവ്മെൻറ്റ് ബൈ സ്യൂഡോപോഡിയ ഫോംഡ് ബൈ സ്ട്രീമിംഗ് ഓഫ് പ്രോട്ടോപ്ലാസം. പ്രോട്ടോപ്ലാസം ഒരു സ്ഥലത്തേക്ക് പോകുന്ന അവിടെ ഒരു സ്ട്രക്ചർ ഫോം ചെയ്ത് അങ്ങനെയുള്ള മൂവ്മെൻറ്റ്, അതാണ് അമീബോയിഡ് മൂവ്മെൻറ്റ് എന്ന് പറയുക. ദെൻ സീലിയറി മൂവ്മെൻറ്റ്, അവിടെ സീലിയ സ്ട്രക്ചേഴ്സിന് ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ലൈക്ക് സീലിയ പ്രസൻ്റ് ആണ്. ആ സീലിയയുടെ മൂവ്മെൻറ്റ് വഴി നടക്കുന്നതാണ് സീലിയറി മൂവ്മെൻറ്റ്. അപ്പോൾ അവിടെയുള്ള ലൈനിങ് വരുന്നത് ട്രക്കിയയിലാണ് അങ്ങനെ മൂവ്മെൻറ്റ് വരുന്നത്. ട്രക്കിയയിലും ഓവിഡക്റ്റിലാണ് പറഞ്ഞത്. അവിടെ വരുന്ന സെൽസ് സീലിയേറ്റഡ് കൊളുംനാർ എപ്പിത്തീലിയാണ്, സീലിയ പ്രസൻ്റ് ആണ്, സീലിയേറ്റഡ് കൊളുംനാർ എപ്പിത്തീലിയം. ഇത് ഓവിഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ ഫെലോപ്പിയൻ ട്യൂബിൻ്റെ അവിടെയുള്ള മൂവ്മെൻ്റ് ആണ് ഈ പറയുന്നത്. അവിടെയും സീലിയ പ്രസൻ്റ് ആണ്. ദെൻ നമ്മുടെ നോർമൽ മൂവ്മെൻറ്റ് ഓഫ് ലിംസ്, ടങ്, ജോ, ബാക്കിയുള്ള മൂവ്മെൻറ്റ്സ് ഒക്കെ മസിലിൻ്റെ മൂവ്മെൻറ്റ്സ് ആണ് നമ്മുടെ ബോഡിയിലുള്ളത്. ദെൻ ഫ്ലെജല്ലാർ മൂവ്മെൻറ്റ്, ഫ്ലെജല്ലയുടെ മൂവ്മെൻറ്റ് വഴി ഇറ്റ് ഹെൽപ്സ് ഇൻ ദ സ്വിമ്മിങ് ഓഫ് സ്പെർമാറ്റോസോവ അല്ലെങ്കിൽ ഹ്യൂമൻ സ്പെർമാണ് ഈ കാണിച്ചിരിക്കുന്നത്. മെയിൻ്റനൻസ് ഓഫ് വാട്ടർ കറൻറ്റ് ഇൻ ദ കനാൽ സിസ്റ്റം ഓഫ് സ്പോഞ്ചസ്. ഇപ്പോൾ സ്പോഞ്ചസ് നമ്മൾ പഠിച്ചതാണ്. സ്പോഞ്ചസിലെ വാട്ടർ കറൻറ്റ്, ആ വാട്ടർ കനാൽ സിസ്റ്റത്തിലെ വാട്ടർ കറൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഫ്ലെജല്ലാർ മൂവ്മെൻറ്റ്സ് ആണ്.
ആൻഡ് ഇൻ ലോക്കോമോഷൻ ഓഫ് പ്രോട്ടോസോമൻസ് ലൈക്ക് യൂഗ്ലിന. യൂഗ്ലിനയിലെ മൂവ്മെൻറ്റും ഫ്ലജലാർ മൂവ്മെൻറ്റ് തന്നെയാണ്. ഫ്ലജല്ലയുടെ സഹായത്തോടെയുള്ള മൂവ്മെൻറ്റ്, ദറ്റ് ഈസ് ഫ്ലജലാർ മൂവ്മെൻറ്റ്. Then now we can see human muscular system. Human muscular system mainly muscles ആണുള്ളത്, which are mesodermal in origin. 3 germ layers പഠിച്ചു. outer ectoderm, middle mesoderm, inner endoderm. So ഇതിൽ mesoderm ലെയറിൽ നിന്നാണ് മസിൽസ് ഫോം ചെയ്തിരിക്കുന്നത്. മസിൽസ് കോൺസ്റ്റിറ്റ്യൂട്ട് 40-50% ഓഫ് ദ ബോഡി വെയ്റ്റ്. അപ്പോൾ ടോട്ടൽ ബോഡി വെയ്റ്റിൻ്റെ 40-50%, ഓൾമോസ്റ്റ് 50% വെയിറ്റ് മസിലിൻ്റെ വെയിറ്റ് ആണ്. Muscles have excitability, contractility, extensibility and elasticity. Excited ആവും മസിൽസ്, then contract ചുരുങ്ങാൻ സാധിക്കും, വലുതാവാൻ സാധിക്കും, വലിച്ചു നീട്ടിയ ഇലാസ്റ്റിക് പോലെയുള്ള മൂവ്മെൻറ്റ്സും മസിലിന് സാധിക്കും. Based on location, muscles are 3 types. Mainly 3 types muscles ആണ്. ലൊക്കേഷൻസ് എവിടെയാണ് അത് കാണുന്നത് അതനുസരിച്ച് ആ 3 ടൈപ്പ് മസിൽസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് സ്കെലറ്റൽ മസിൽ, then visceral muscle and cardiac muscle. Skeletal muscle അല്ലെങ്കിൽ striated muscles എന്ന് പറയുന്നു, കാരണം അവിടെ സ്ട്രയേഷൻസ് ഉണ്ട്, ചെറിയ ചെറിയ സ്ട്രയേഷൻസ് പ്രസൻ്റ് ആണ്. അതായത് നമ്മളൊരു ചെക്ക് ഷർട്ട്സിലൊക്കെ കാണുന്ന വരകൾ പോലെ കുറേ ബാൻഡ്സ് കാണാൻ പറ്റും സ്ട്രയേറ്റഡ് മസിൽസിൽ. അപ്പോൾ സ്കെലിറ്റൽ മസിലിനെ സ്ട്രയേറ്റഡ് മസിൽ എന്ന് പറയുന്നു ബിക്കോസ് സ്ട്രയേഷൻസ് ആർ പ്രസൻറ്റ്. സ്കെലിറ്റൽ മസിൽ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഇറ്റ് ഈസ് അറ്റാച്ച് ടു സ്കെലിറ്റൻ. ബോഡിയിൽ സ്കെലിറ്റനോട് അറ്റാച്ച് ചെയ്ത് കാണുന്ന മസിൽസ് ആണ് സ്കെലിറ്റൽ മസിൽസ്. സ്ട്രയേഷൻസ് പ്രസൻറ്റ്, വോളണ്ടറി, അതായത് നമുക്ക് ആഗ്രഹമുള്ളപ്പൊക്കെ മൂവ്മെൻറ്റ് നടക്കും. റിച്ച് ബ്ലഡ് സപ്ലൈ, നന്നായി ബ്ലഡ് സപ്ലൈ ഉള്ള മസിലാണ്. ഫറ്റീഗ് മസിൽ, പെട്ടെന്ന് ക്ഷീണിക്കുകയും ചെയ്യും. മസിൽ ഫൈബർ ഈസ് മൾട്ടി ന്യൂക്ലിയേറ്റ്, കുറേ ന്യൂക്ലിയസ് ഉണ്ട് ഒരു സെല്ലിൽ തന്നെ. ദെൻ മോർ മൈറ്റോകോൺട്രിയ പ്രസൻറ്റ്, കാരണം എനർജി കൂടുതൽ വേണം, അതുകൊണ്ട് മൈറ്റോകോൺട്രിയ കൂടുതൽ അളവിൽ കാണാം. നെക്സ്റ്റ് ഈസ് വിസറൽ മസിൽ ഓർ സ്മൂത്ത് മസിൽ. വിസറ എന്ന് പറഞ്ഞാൽ ഇന്റേണൽ ഓർഗൻസിനെയാണ് വിസറ എന്ന് പറയുക. അപ്പോൾ അതിനോട് ചേർന്ന് കാണുന്ന മസിൽസ് ആണ് വിസറൽ മസിൽസ്. ഇവിടെ സ്ട്രയേഷൻസ് ഇല്ല, അതുകൊണ്ട് തന്നെ സ്മൂത്ത് മസിൽ എന്ന് പറയുന്നു. സീൻ ഇൻ വിസറൽ ഓർഗൻസ്, സ്ട്രയേഷൻസ് ആബ്സെൻറ്റ്, ഇൻവോളണ്ടറി, അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല അതിൻ്റെ മൂവ്മെൻറ്റ്സ് ഒന്നും. അത് തന്നെ അവിടെ എന്തെങ്കിലും സിഗ്നൽസ് ഒക്കെ വന്ന് മൂവ്മെൻറ്റ് നടക്കുവാണ്. പുവർ ബ്ലഡ് സപ്ലൈ, നോൺ ഫറ്റീഗ്, യൂണി ന്യൂക്ലിയേറ്റ്, അവിടെ മൾട്ടി ന്യൂക്ലിയേറ്റ് ആണ്, യൂണി ന്യൂക്ലിയേറ്റ് ആണ്, സിംഗിൾ ന്യൂക്ലിയസേ ഉണ്ടാവുള്ളൂ. ലെസ് മൈറ്റോകോൺട്രിയ, മൈറ്റോകോൺട്രിയ അളവ് കുറവാണ്. ദെൻ കാർഡിയാക് മസിൽസ്. കാർഡിയാക് മസിൽസ് ഹാർട്ട് വാളിൽ മാത്രം കാണപ്പെടുന്ന മസിൽസ് ആണ്. സ്ട്രയേഷൻസ് ഇവിടെയും കാണാം. ഇൻവോളണ്ടറി ആണ്, കാരണം ഹാർട്ടിൻ്റെ പമ്പിങ്ങോ ഒന്നും കൺട്രാക്ഷനോ റിലാക്സേഷനോ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. സോ ഇറ്റ് ഈസ് ഇൻവോളണ്ടറി. റിച്ച് ബ്ലഡ് സപ്ലൈ, നോൺ ഫറ്റീഗ്, പെട്ടെന്ന് ക്ഷീണിക്കില്ല, ക്ഷീണിച്ച് കഴിഞ്ഞാൽ ഹാർട്ട് സ്റ്റോപ്പ് ആവും അല്ലേ, ക്ഷീണിക്കില്ല. യൂണി ന്യൂക്ലിയേറ്റ്, സിംഗിൾ ന്യൂക്ലിയസേ ഉണ്ടാവുള്ളൂ. മോർ മൈറ്റോകോൺട്രിയ. ഇതൊക്കെയാണ് 3 ടൈപ്സ് ഓഫ് മസിൽസ്. ലൊക്കേഷൻ അനുസരിച്ചാണ് 3 ടൈപ്സ് ഓഫ് മസിൽസും അതിൻ്റെ ഓരോ പ്രോപ്പർട്ടീസും അതിൻ്റെ ലൊക്കേഷൻ അനുസരിച്ചാണ് ഉണ്ടാവുക. അപ്പോൾ ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. കമ്പാരിസൺ അറ്റ് എ ഗ്ലാൻസ് നമ്മൾ കണ്ടതാണ്, ഇനി അതിലേക്ക് എക്സ്ട്രാ ഞാൻ പോകുന്നില്ല. ദെൻ സ്ട്രക്ചർ ഓഫ് സ്ട്രയേറ്റഡ് മസിൽ. ആദ്യം കണ്ട സ്കെലിറ്റൽ മസിൽ അല്ലെങ്കിൽ സ്ട്രയേറ്റഡ് മസിലിൻ്റെ സ്ട്രക്ചറിലേക്ക് പോവാം. സ്കെലിറ്റൽ മസിൽ ഇസ് മെയ്ഡ് ഓഫ് മെനി മസിൽ ബണ്ടിൽസ്. അപ്പോൾ ഒരു സ്കെലിറ്റൽ മസിൽ എടുത്താൽ അത് നിറയെ മസിൽ ബണ്ടിൽസ്, ഇപ്പോൾ ഇതൊരു സ്കെലിറ്റൽ മസിലാണ് കാണിക്കുന്നത്, അതിൽ ഓരോ റൗണ്ടും കാണിക്കുന്ന മസിൽ ബണ്ടിലാണ്. കുറേ മസിൽ ബണ്ടിൽസിന് പറയുന്ന പേരാണ് ഫെസിക്കിൾസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഫെസിക്കിൾസ് ആർ ഹെൽഡ് ടുഗദർ ബൈ കൊളാജിനസ് കണക്റ്റീവ് ടിഷ്യൂ ലെയർ ഫാഷ്യ. അപ്പോൾ കുറേ ഫെസിക്കിൾസ് ഇതിൻ്റെ ഉള്ളിലുണ്ട്, കണ്ടോ, 1 2 3 4 5 ഒരെണ്ണമാണ് പ്രത്യേകം പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നത്. ഈ ഫെസിക്കിൾസ് എല്ലാം അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു കണക്റ്റീവ് ടിഷ്യൂ ലെയറിൻ്റെ സഹായത്തോടെയാണ്. ഇറ്റ് ഈസ് കോൾഡ് ഫാഷ്യ. ഈച്ച് ഫെസിക്കിൾ, ഇനിയിപ്പോൾ ഒരു ഫെസിക്കിൾ മാത്രം എടുക്കാം, ഈച്ച് ഫെസിക്കിൾ കണ്ടെയ്ൻസ് മെനി മസിൽ ഫൈബേഴ്സ്. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഫെസിക്കിൾ എടുത്താൽ അതിൽ കുറേ ഈ ഒരു ചൂലുകെട്ടിൽ ഇറുക്കിൽ നിൽക്കുന്ന പോലെയാണ് കാണുക. ഓരോ ഇറുക്കിലും ഓരോ മസിൽ ഫൈബർ ആണെന്ന് വിചാരിക്കുക. ആ രീതിയിലാണ് ഓരോ ഫെസിക്കിളും. അപ്പം അങ്ങനെയുള്ള കുറേ ഫെസിക്കിൾസ് ഉള്ളതാണ് ഒരു സ്കെലിറ്റൽ മസിൽസ്. ഫെസിക്കിൾ എന്ന് പറയുന്ന വേറെ പേരാണ് മസിൽ ബണ്ടിൽ. മസിൽ ഫൈബേഴ്സ് ആർ ലൈൻഡ് ബൈ പ്ലാസ്മ മെംബ്രെയിൻ. മസിൽ ഫൈബേഴ്സിന് സാധാരണ സെല്ലിനെ പോലെ തന്നെ ഒരു പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്, അതിനെ സാർക്കോലിമ എന്നാ പറയാം. മസിലിലെ പ്ലാസ്മ മെംബ്രെയിനെ സാർക്കോലിമ എന്ന് പറയും. അതിൻ്റെ ഉള്ളിലെ സൈറ്റോപ്ലാസത്തിനെ സാർക്കോപ്ലാസം എന്ന് പറയും. സാർക്കോലിമ എന്ന് പറഞ്ഞാൽ പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് മസിൽ ഫൈബർ and sarcoplasm is the cytoplasm of muscle fiber. Each muscle fiber contains
പാരലലി അറേഞ്ച്ഡ് മയോഫിലമെന്റ്സ്. അപ്പോൾ ഓരോ മസിൽ ഫൈബറിലും ദിസ് ഇസ് ദ മസിൽ ഫൈബർ, ഓരോ മസിൽ ഫൈബറിലും ലൈൻ പാരലായിട്ട് അറേഞ്ച് ചെയ്ത മയോഫിലമെന്റ്സ് അല്ലെങ്കിൽ മയോഫൈബ്രിൽസ് ഉണ്ട്. സ്ട്രക്ചർ നോക്കിയാൽ ഒരു സ്കെൽറ്റൽ മസിൽ കാണിച്ചിരിക്കുന്നു, അതിൽ നിന്ന് ഒരു ഫെസിക്കിളാണ് പുറത്തേക്ക് കാണിച്ചിരുന്നത്. ഇനി ഇവിടെ ഒരു ഫെസിക്കിൾ കാണിച്ചിരിക്കുന്നു, അതിൽ നിന്നൊരു മസിൽ ഫൈബർ പുറത്തേക്ക് വന്നിരിക്കുന്നു. ഇനി ദിസ് ഇസ് എ മസിൽ ഫൈബർ. മസിൽ ഫൈബറിൽ ഉള്ള ചെറിയ ഓരോ പാരലലി അറേഞ്ച് സ്ട്രക്ചേഴ്സ് ആണ് മയോഫൈബ്രിൽസ്. ഇതാണ് ഒരു ബേസിക് സ്ട്രക്ചർ. ഈച്ച് മയോഫൈബ്രിൽ, ഇനി ഓരോ മയോഫൈബ്രിലിന്റെ പ്രത്യേകതകൾ നോക്കാം. ഇറ്റ് ഹാസ് ഓൾട്ടർനേറ്റ് ഡാർക്ക് ആൻഡ് ലൈറ്റ് സ്ട്രയേഷൻസ്. അപ്പോൾ ഓരോ മയോഫൈബ്രിലും ഡാർക്ക് ബാൻഡും ഉണ്ട്, ലൈറ്റ് ബാൻഡും ഉണ്ട്, സ്ട്രയേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ലൈറ്റ് ആയിട്ടുള്ള സ്ട്രയേഷൻസും ഡാർക്ക് ആയിട്ടുള്ള സ്ട്രയേഷൻസും ഉണ്ട്. ഡാർക്ക് ബാൻഡിനെ നമ്മൾ എ ബാൻഡ് അല്ലെങ്കിൽ അനൈസോട്രോപിക് ബാൻഡ് എന്ന് പറയുന്നു. ലൈറ്റ് ബാൻഡിനെ ഐ ബാൻഡ് അല്ലെങ്കിൽ ഐസോട്രോപിക് ബാൻഡ് എന്ന് പറയുന്നു. ഇനി ഈ രണ്ട് കളേഴ്സ്, രണ്ട് ബാൻഡ്സിനും ഒന്ന് ലൈറ്റും ഒന്ന് ഡാർക്കും ആവാനുള്ള കാരണം ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ടു കൺട്രാക്റ്റൈൽ പ്രോട്ടീൻസ്. രണ്ട് മസിൽ പ്രോട്ടീൻസ് ആണ്, ആക്റ്റിനും മയോസിനും. അപ്പോൾ ഈ രണ്ട് പ്രോട്ടീൻസിന്റെ പ്രസൻസ് ആണ് രണ്ട് ഫിലമെന്റ്സിനെ രണ്ട് രീതിയിലാക്കുന്നത്. അപ്പോൾ ആക്റ്റിൻ ഫിലമെന്റ് ഉള്ളത് തിന്നായിരിക്കും, മയോസിൻ ഉള്ളത് തിക്കായിരിക്കും. അപ്പോൾ മയോഫൈബ്രിൽ കാണുന്ന രണ്ട് സ്ട്രയേഷൻസ്, ഒന്ന് ആക്റ്റിൻ ഫിലമെന്റിന്റെയാണ്, ഒന്ന് മയോസിൻ ഫിലമെന്റിന്റെയാണ്. ഐ ബാൻഡിൽ ആക്റ്റിൻ എന്ന പ്രോട്ടീൻ ആണുള്ളത്. എ ബാൻഡിലെ ആക്റ്റിനും മയോസിനും പ്രസന്റ് ആണ്. ദേ ആർ അറേഞ്ച്ഡ് പാരലൽ ലൈൻസ് പോലെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. എ ബാൻഡ് ബെയേഴ്സ് എ ലൈറ്റർ, ദിസ് ഇസ് എ ബാൻഡ് ആണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. എ ബാൻഡിന്റെ നടുവിൽ ലൈറ്റർ മിഡിൽ റീജിയൻ കോൾഡ് എച്ച് ബാൻഡ്, നടുവിലുള്ള എച്ച് സോൺ ആണത്. എച്ച് ബാൻഡ് എന്നാണ്, എച്ച് സോൺ എന്ന് തന്നെ പറയുന്നത്. ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് ഓൺലി മയോസിൻ. അപ്പോൾ ഈ റീജിയനിൽ മയോസിൻ മാത്രമേ ഉള്ളൂ. ഈ നടുഭാഗത്ത് ഓവർലാപ്പിംഗ് ഇല്ലാത്ത ഈ നടുഭാഗം റീജിയനാണ് എച്ച് സോൺ. അവിടെ മയോസിൻ മാത്രമേ ഉണ്ടാവുള്ളൂ, മയോസിൻ എന്ന പ്രോട്ടീൻ മാത്രമേ ഉണ്ടാവുള്ളൂ. എ തിൻ ഡാർക്ക് ലൈൻ, എം ലൈൻ, റൺസ് ത്രൂ ദ എച്ച് സോൺ. അപ്പോൾ എച്ച് സോണിന്റെ നടുവിൽ കൂടെ ഒരു ലൈൻ പാസ് ചെയ്യേണ്ടത് ഇറ്റ് ഇസ് കോൾഡ് എം ലൈൻ. അപ്പോൾ എച്ച് സോണിൽ ഓവർലാപ്പിംഗ് ഇല്ല, അവിടെ ലൈറ്റർ റീജിയൻ ആണ്, അവിടെ മയോസിൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ മിഡിൽ ആയിട്ടുള്ള ലൈനെയാണ് എം ലൈൻ എന്ന് പറയുന്നത്. ഐ ബാൻഡ് ഈസ് ബൈസെക്റ്റഡ് ബൈ എ ഡെൻസ് ഡാർക്ക് ബാൻഡ് കോൾഡ് സെഡ് ലൈൻ. അപ്പോൾ ഐ ബാൻഡ് അവിടെ ഡാർക്ക് ആയിട്ടുള്ള ഒരു ബാൻഡ് ഉണ്ട്, അത് സെഡ് ലൈൻ എന്ന് പറയുന്നു. ഇവിടെയും സെഡ് ലൈൻ ഉണ്ട്, ഇവിടെയും സെഡ് ലൈൻ ഉണ്ട്. രണ്ട് സെഡ് ലൈനിൻ്റെയും ഇടയിലുള്ള ആ പോർഷനെ സാർക്കോമിയർ എന്ന് പറയുന്നു. ദിസ് ഇസ് എ സെഡ് ലൈൻ, ഇവിടെയും സെഡ് ലൈൻ. ഈ രണ്ട് സെഡ് ലൈനിൻ്റെയും ഇടയിലുള്ള ഈ ഇവിടെ തൊട്ട് ഇത്രയും വരെ വരുന്ന പോർഷനെയാണ് സാർക്കോമിയർ എന്ന് പറയുന്നത്. ആക്ച്വലി ഒരു മസിലിൻ്റെ സ്ട്രക്ചറലും ഫങ്ഷണലായിട്ട് യൂണിറ്റ് സാർക്കോമിയർ ആണ്. സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് സാർക്കോമിയർ ആണ്. അപ്പോൾ നമ്മൾ സാർക്കോമിയറിലേക്ക് എത്തിയത് മസിൽ ബണ്ടിലുണ്ട്. ഓരോ മസിലിനും എന്തുണ്ട്, ഫെസിക്കിൾ ഉണ്ട്. ഓരോ ഫെസിക്കിൾ അല്ലെങ്കിൽ മസിൽ ബണ്ടിലിന് എന്തുണ്ട്, മസിൽ ഫൈബർ ഉണ്ട്. ഓരോ മസിൽ ഫൈബറിലും മയോഫൈബ്രിൽസ് ഉണ്ട്. ഒരു മയോഫൈബ്രിലിൻ്റെ സ്ട്രക്ചറാണ് നമ്മൾ ഈ പറഞ്ഞത്. മയോഫൈബ്രിലിൽ ഒരു എച്ച് സോൺ ഉണ്ട്. എച്ച് സോൺ എന്ന് പറയുന്നത് ലൈറ്റർ റീജിയൻ ആണ്. അതിന് മിഡിലായിട്ടൊരു എം ലൈൻ ഉണ്ട്. ദെൻ ഇതിൻ്റെ രണ്ടറ്റത്തും സെഡ് ലൈൻ ഉണ്ട്. രണ്ട് സെഡ് ലൈനിൻ്റെയും ഇടയിൽ വരുന്ന പോർഷനെയാണ് സാർക്കോമിയർ എന്ന് പറയുന്നത്. സാർക്കോമിയർ ആണ് ഒരു മസിലിൻ്റെ യൂണിറ്റ്. അതായത് ഒരു മസിൽ ഉണ്ടാക്കിയത് കുറേ സാർക്കോമിയേഴ്സ് കൊണ്ടാണ്. ഒരു മസിലിൻ്റെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് സാർക്കോമിയർ ആണ്. ഇനി രണ്ട് പ്രോട്ടീൻസിൻ്റെ സ്ട്രക്ചർ കാണാം. ഫസ്റ്റ്, സ്ട്രക്ചർ ഓഫ് ആക്റ്റിൻ. An actin filament is made of two filamentous actins which form double helix. ഒരു ആക്റ്റിൻ ഉണ്ടാക്കിയത് രണ്ട് ഫിലമെന്റസ് ആക്റ്റിൻ കൊണ്ടാണ്. ഇതാണ് ഫിലമെന്റസ് ആക്റ്റിൻ. ഡബിൾ ഹെലിക്സ് ഇങ്ങനെ ചുറ്റി വൈൻഡ് ചെയ്ത DNA സ്ട്രക്ചർ പോലെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ ഓൾമോസ്റ്റ് കിടക്കുന്നത്. ഫിലമെന്റസ് ആക്റ്റിനെ എഫ് ആക്റ്റിൻ എന്നാണ് ഡിനോട്ട് ചെയ്തിരുന്നത്. എഫ് ആക്റ്റിൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഇറ്റ് ഇസ് എ പോളിമർ ഓഫ് മോണോമെറിക് ഗ്ലോബുലാർ ആക്റ്റിൻ. അപ്പോൾ എഫ് ആക്റ്റിൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഗ്ലോബുലാർ ആക്റ്റിൻ അല്ലെങ്കിൽ ജി ആക്റ്റിൻ കൊണ്ടാണ് എഫ് ആക്റ്റിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ആക്റ്റിനിൽ വേറെ രണ്ട് പ്രോട്ടീൻസും ഉണ്ട്, ട്രോപ്പോണിൻ ആൻഡ് ട്രോപ്പോമയോസിൻ. ട്രോപ്പോണിനും ട്രോപ്പോമയോസിനും. ആക്റ്റിൻ എന്ന് പറഞ്ഞാൽ ആക്റ്റിൻ ഫിലമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ട് എഫ് ആക്റ്റിൻ കൊണ്ട്. ഓരോ എഫ് ആക്റ്റിനും ഉണ്ടാക്കിയിരിക്കുന്നത് ജി ആക്റ്റിൻ അല്ലെങ്കിൽ ഗ്ലോബുലാർ ആക്റ്റിൻ കൊണ്ട്.
ഇനി വേറെ രണ്ട് പ്രോട്ടീൻസും കൂടി ആക്റ്റിൻ ഫിലമെന്റിൽ കാണാം. ദാറ്റ് ഈസ് ട്രോപ്പോണിനും ട്രോപ്പോമയോസിനും. Troponin has 3 subunits. It is located at regular intervals on the tropomyosin. Troponin കാണാം. ഫുൾ ട്രോപ്പോമയോസിന്റെ ഓരോ ഇന്റർവെല്ലിൽ ഇതൊരു ട്രോപ്പോണിൻ ആണ്, ഇതൊരു ട്രോപ്പോണിൻ ആണ്. കണ്ടിന്യൂസ് ആയിട്ടില്ല, ഒരു റെഗുലർ ഇന്റർവെല്ലിലാണ് ട്രോപ്പോണിൻ കാണുക. In the resting state, a subunit of troponin masks the binding sites for myosin on actin filament. മസിൽ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ട്രോപ്പോണിൻ എന്ത് ചെയ്യും? ഈ ആക്റ്റിൻ ഫിലമെന്റിലെ ആക്റ്റിനിലേക്ക് മയോസിൻ ഫിലമെന്റ് ബൈൻഡ് ചെയ്യണം. അപ്പം ആക്റ്റിൻ ഫിലമെന്റിൽ മയോസിൻ ബൈൻഡ് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തെ ട്രോപ്പോണിൻ മാസ്ക് ചെയ്യും, കവർ ചെയ്ത് വെക്കും റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ. അതായത് മസിലിലെ ആക്ഷൻസ് ഒന്നും നടക്കാത്ത സമയത്ത് ആക്റ്റിൻ ഫിലമെന്റിൽ എവിടെയാണോ മയോസിൻ ബൈൻഡ് ചെയ്യേണ്ട സ്ഥലം, ആ സ്ഥലത്ത് മാസ്ക് ചെയ്ത് വെക്കുന്നതാണ് എന്തിൻ്റെ ഫംഗ്ഷൻ? ട്രോപ്പോണിൻ എന്ന പ്രോട്ടീൻ്റെ ഫംഗ്ഷൻ. ഇനി സ്ട്രക്ചർ ഓഫ് മയോസിൻ. ഈച്ച് മയോസിൻ, ദിസ് ഇസ് എ മയോസിൻ, ഒരു പാമ്പ് കിടക്കുന്ന പോലെ സ്ട്രക്ചർ. ഈച്ച് മയോസിൻ ഫിലമെന്റ് ഈസ് എ പോളിമർ ഓഫ് മെനി മോണോമെറിക് പ്രോട്ടീൻസ് കോൾഡ് മീറോമയോസിൻ. ഓരോ മയോസിനും ഉണ്ടാക്കിയിരിക്കുന്നത് മീറോമയോസിൻ കൊണ്ട്. ഇനി വാട്ട് ഇസ് ദ സ്ട്രക്ചർ ഓഫ് മീറോമയോസിൻ? മീറോമയോസിന് രണ്ട് പാർട്സ് ഉണ്ട്. ഹെവി മീറോമയോസിൻ ഓർ HMM, ഇതാണ് ഹെവി മീറോമയോസിൻ. HMM എന്ന് പറയുന്നത് അത് പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നു. ദെൻ ടെയിലായിട്ട് കാണുന്നതാണ് LMM, ലൈറ്റ് മീറോമയോസിൻ. LMM, ലൈറ്റ് മീറോമയോസിൻ. ദ ഗ്ലോബുലാർ ഹെഡ് ഈസ് എൻ ആക്റ്റീവ് ATPase എൻസൈം. അപ്പോൾ ഈ ഹെഡ്, മീറോമയോസിൻ്റെ ഹെഡിൽ ATPase എൻസൈം ഉണ്ട്. അവിടെ ATP ബൈൻഡ് ചെയ്യാനുള്ള ഒരു സൈറ്റും ഉണ്ട്, ആക്റ്റിൻ ബൈൻഡ് ചെയ്യാനുള്ള സൈറ്റും ഉണ്ട്. മയോസിൻ്റെ ഹെഡിൽ ATP ബൈൻഡ് ചെയ്യാനുള്ള സൈറ്റും ഉണ്ട്, ആക്റ്റിൻ ബൈൻഡ് ചെയ്യാനുള്ള സൈറ്റും ഉണ്ട്. So this is the structure of proteins present in seen in the muscles.